തെലങ്കാനയിൽ BRS നേതാക്കളായ മുൻ മന്ത്രിമാരെ വീട്ടുതടങ്കലിലാക്കിയെന്ന് പരാതി. വീടിന് പുറത്തിറങ്ങാനാവുന്നില്ലെന്ന് KT രാമറാവുവും ഹരീഷ് റാവുവും പറയുന്നു. തെലങ്കാന പോലീസ് വീട് വളഞ്ഞെന്നും ഇവർ പരാതിപ്പെടുന്നു. AP നദീറ നൽകും കൂടുതൽ വിവരങ്ങൾ. AP നദീറ, ഏതെങ്കിലും കേസുകളുടെ അടിസ്ഥാനത്തിലാണോ? എന്താണ് ഈ വീട്ടുതടങ്കലിന്റെ വസ്തുത? സുജയ, ഇന്നലെ BRSന്റെ ഒരു MLA അറസ്റ്റിലായിരുന്നു. കൗശിക് റെഡ്ഡി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇന്നലെ കരീംനഗറിൽ നടന്ന, അതായത് ഞായറാഴ്ച കരീംനഗറിൽ നടന്ന ഈ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ സംസാരിക്കവേ അദ്ദേഹം കോൺഗ്രസ് പ്രതിനിധിയെ തല്ലുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൗശിക് റെഡ്ഡിയെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും ചെയ്തു. ഈ ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തു വരുമ്പോൾ ഈ നേതാക്കൾ പോയി സ്വീകരണം നൽകാതിരിക്കാനും മറ്റുമായിരിക്കണം തെലങ്കാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഇത്തരം ഒരു കാര്യം ചെയ്തതെന്നാണ് അനുമാനിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ വീട്ടുതടങ്കലിലാണെന്ന് KT രാമറാവുവും അതുപോലെ തന്നെ ഹരീഷ് റാവുവും അറിയിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. അവരുടെ ഗച്ചിബോളിയിലെയും അതുപോലെ കോക്കിപ്പേട്ടിലെയും വീട്ടിന് മുന്നിൽ പോലീസ് റോന്ത് ചുറ്റുന്നതും വീട് വളഞ്ഞ് പോലീസ് പരിശോധനകൾ നടത്തുന്നതും പരിസരത്തൊക്കെ നിൽക്കുന്നതുമായ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇവർ പറയുന്നത് ഈ തെലങ്കാന സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഇതുപോലെ ആവശ്യമില്ലാത്ത നടപടികളുമായി BRS MLA-മാരെയും നേതാക്കളെയും ആക്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് കോൺഗ്രസ് MLA-യെ ആക്രമിച്ചു എന്ന പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി കൗശിക് റെഡ്ഡിയെ അറസ്റ്റ് ചെയ്തതെന്നാണ്. അങ്ങനെ ഈ സംഭവത്തെ അവർ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇത് തെലങ്കാന സർക്കാരിനെ ചൊടിപ്പിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാകാം അവരെ ഹൗസ് അറസ്റ്റിലേക്ക് ഇന്ന് രാവിലെ തന്നെ നീങ്ങിയതെന്നാണ് കണക്കാക്കുന്നത്. സുജയ. AP നദീറയാണ് വിവരങ്ങൾ നൽകിയത് ബംഗളൂരുവിൽ നിന്ന്.